ഹലോ ഓൾ വെൽക്കം ടു പ്ലാൻ സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തേക്കുന്ന ടോപ്പിക് സെറ്റ് എക്സാമിന്റെ മൊഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. സെറ്റ് എക്സാമിന്റെ സിലബസിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾസ് ആണ് മൈക്രോ ടെക്നിക്സ് എന്ന് പറയുന്നത്. മൈക്രോ ടെക്നിക് ആൻഡ് ഹിസ്റ്റോ കെമിസ്ട്രി. അതിൽ മൈക്രോ ടെക്നിക്സിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോസസ്സും അതിൽ യൂസ് ചെയ്യുന്ന ഏജൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ കില്ലിംഗ് ഏജൻസ്, ഫിക്സിംഗ് ഏജൻസ്, സ്റ്റെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ടൈപ്സ് ഏതൊക്കെയാണെന്ന് ഈ ഒരു ക്ലാസ്സിൽ ഒരു ടേബിൾ ആയിട്ട് അത്രയും ഷോർട്ട് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം എംഫസിസ് കൊടുത്തിട്ടാണ് ഈ ഒരു ക്ലാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം എന്താണ് മൈക്രോ ടെക്നിക് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം. അപ്പൊ എന്താ മൈക്രോ ടെക്നിക്? അതായത് ബോട്ടണി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മളൊരു ബോട്ടണിയിൽ ഒരു പ്ലാന്റിന്റെ ടിഷ്യൂന്റെ സ്ട്രക്ചർ ആണ് പഠിക്കുന്നതെങ്കിൽ, ഹിസ്റ്റോളജി പഠിക്കണമെങ്കിൽ അതിന്റെ ഒരു തിൻ സെക്ഷൻ അല്ലെങ്കിൽ അത്രയും ക്ലിയർ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണണം, അല്ലെ? അങ്ങനെ മൈക്രോസ്കോപ്പിലൂടെ തിൻ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള സ്ട്രക്ചർ കിട്ടണമെങ്കിൽ അതിന് കുറേ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്സ് യൂസ് ചെയ്യണം. അത്തരം ടെക്നിക്സിനാണ് മൈക്രോ ടെക്നിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിങ്ങളുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് മെയിൻ ആയിട്ട് ഈ ഒരു കില്ലിംഗ്, ഫിക്സിംഗ് ആൻഡ് സ്റ്റെയിനിങ്, അതിലെ പ്രൊസീജിയേഴ്സ്, പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ആ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. HSST ബോട്ടണി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും കൂടിയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആൻഡ് അവയുടെ പ്രൊസീജിയർ ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കില്ലിംഗ് എന്ന് പറയുന്നത്. സോ കില്ലിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. അവയുടെ മെറ്റബോളിക് ആക്ടിവിറ്റി, ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ടിഷ്യൂന്റെ മെറ്റബോളിക് ആക്ടിവിറ്റി റാപ്പിഡ് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. പക്ഷെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവയുടെ സ്ട്രക്ചറിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പാടില്ല. അതിനാണ് കില്ലിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു കില്ലിംഗ് മെയിൻലി യൂസ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഹോട്ട് വാട്ടർ, ആൽക്കഹോൾ, ക്ലോറോഫോം ഒക്കെയാണ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് പെട്ടെന്ന് ലൈഫ് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള കില്ലിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ഒരു ഔട്ട്ലൈൻ ആയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തത് ഫിക്സിംഗ് ആണ്. അപ്പൊ ഫിക്സിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കില്ല് ചെയ്ത ആ ഒരു പ്ലാന്റ് പാർട്ട് അല്ലെങ്കിൽ സെല്ല് ഫിക്സ് ചെയ്ത് വെക്കുമ്പം അവിടെ നാച്ചുറൽ ആയിട്ടുള്ള മോർഫോളജി, എക്സ്റ്റേണൽ സ്ട്രക്ചറും മെയിൻറ്റെയിൻ ചെയ്യണം, ഇന്റേണൽ ആയിട്ടുള്ള സെല്ലിന്റെ ഓർഗനൈസേഷനും മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഓട്ടോലിസിസ്, സെല്ലിനെ സെൽഫ് ഡിസ്ട്രോയ് ചെയ്യാൻ അനുവദിക്കരുത്. അല്ലെങ്കിൽ പ്യൂട്രിഫാക്ഷൻ എന്ന് പറയുമ്പോൾ സെൽ ഡീക്കേ ആകുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു പ്രോസസ്സിനെ പ്രിവെന്റ് ചെയ്യുന്നതിനാണ് മെയിൻ ആയിട്ട് ഫിക്സിംഗ് എന്ന് പറയുന്നത്. സോ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കില്ലിംഗ് മെറ്റീരിയൽസ് ഈസ് പ്ലേസ്ഡ് ഇൻ, ആ ഒരു കില്ല് ചെയ്ത മെറ്റീരിയൽ നമ്മളൊരു ഫിക്സേറ്റീവിൽ ഇടും. ഫിക്സിംഗ് മെറ്റീരിയൽസിന് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഫിക്സേറ്റീവ്. അപ്പൊ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടേബിൾ വൈസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഫോർമാലിൻ, FAA, ബോൺസ് ഫ്ലൂയിഡ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അതിലും കൂടുതലായിട്ടുള്ള എക്സാമ്പിൾസ് ബേസ് ചെയ്തിട്ടും അവയുടെ ക്യാരക്ടേഴ്സും ഈ ഒരു ക്ലാസ്സിൽ തന്നെ ടേബിൾ വൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് വരുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെയിനിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളൊരു സെല്ലിന്റെ കമ്പോണൻസ് മനസ്സിലാക്കണമെങ്കിൽ ഓരോ കമ്പോണന്റിന്റെയും ബേസ്, അല്ലെങ്കിൽ സെല്ലിലുള്ള ഓരോ കമ്പോണന്റിന്റെയും ഡിഫറൻഷ്യൽ ഡെൻസിറ്റിയും കെമിക്കൽ അഫിനിറ്റിയും ബേസ് ചെയ്ത് വേറെ വേറെ ആയിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അത് ബേസ് ചെയ്തിട്ടാണ് ആക്ച്വലി സ്റ്റെയിനിങ് നടക്കുന്നത്. അതായത് ഏറ്റവും ഡെൻസർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എന്ത് ചെയ്യും, കൂടുതലായിട്ട് സ്റ്റെയിൻസ് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഡെൻസിറ്റി ഫാക്ടർ സ്റ്റെയിനിങ്ങിനെ എഫക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സെല്ലില് ക്രൊമാറ്റിൻ അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉള്ള റീജിയൻ ഹൈലി ഡെൻസ് ആണ്, അതുകൊണ്ട് അവ ഡീപ്ലി സ്റ്റെയിൻഡ് ആണ്. സോ സൈറ്റോപ്ലാസം എന്ന് പറയുമ്പോൾ മോഡറേറ്റ്ലി ഡെൻസ് ആയിരിക്കും, ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ്. സെൽ വോള് മോഡറേറ്റ്ലി സ്റ്റെയിൻഡ്, വാക്യൂൾസ് ലീസ്റ്റ് ഡെൻസ് ആണ്, അപ്പോൾ പൂർലി മാത്രമേ സ്റ്റെയിൻ ചെയ്യുള്ളൂ. ദെൻ ഇതാണ് മെയിൻ ആയിട്ട് അവിടെ ഡെൻസിറ്റി ഫാക്ടർ ബേസ് ചെയ്തിട്ടുള്ളത്. ദെൻ അവയുടെ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഒരു സ്യൂട്ടബിൾ സ്റ്റെയിനിൽ നമ്മൾ ഇട്ട് വെക്കുക. ആ ഒരു സ്യൂട്ടബിൾ സ്റ്റെയിനിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എക്സസ് സ്റ്റെയിൻ നമ്മൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്തിട്ടാണ് ആ ഒരു സ്ലൈഡ് മൗണ്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്നത്. സോ ഇതാണ് മൈക്രോ ടെക്നിക് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള 3 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കില്ലിങ് സിമ്പിൾ ആയിട്ട് ഇത്രയേ പഠിക്കാനുള്ളൂ. ഇനി ഫിക്സേറ്റിംഗ് ഏജന്റും സ്റ്റെയിനിങ് ഏജന്റും ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ അവ ഓരോന്നും വിത്ത് എക്സാമ്പിൾസ്, അവയുടെ കോമ്പോണൻസ് എന്തൊക്കെയാണ്, അവയുടെ പ്രധാനപ്പെട്ട യൂസ് എന്തൊക്കെയാണെന്നാണ് മെയിൻലി എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിക്സേറ്റിംഗ് ആൻഡ് പ്രോപ്പർട്ടീസ്. ഫിക്സേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? സോ ഇത്രയും ആൾക്കാരും അവയുടെ ടൈപ്പും മെയിൻ പ്രോപ്പർട്ടി
പ്രോപ്പർട്ടിയും സ്പെഷ്യൽ യൂസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഇവയുടെ കോമ്പണൻസും കൂടിയിട്ടുള്ള ഒരു ടേബിൾ ഞാൻ എക്സ്ട്രാ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇവയിൽ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു മെത്തേഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഒന്നാമത്തതാണ് ആൽക്കഹോൾ. ആൽക്കഹോൾ എത്തനോൾ അല്ലെങ്കിൽ മെഥനോൾ ആണ് മെയിൻലി ഫിക്സേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവ ഒരു കൊയാഗുലന്റ് ആയിട്ടുള്ള ടൈപ്പാണ്. അപ്പൊ കൊയാഗുലന്റ് എന്താണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അതായത് കൊയാഗുലന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരം ആൾക്കാർ വാട്ടറിനെ റിമൂവ് ചെയ്യും. അതായത് സെല്ലിലുള്ള വാട്ടറിനെ റിമൂവ് ചെയ്തിട്ട് പ്രിസിപ്പിറ്റേഷൻ കൊയാഗുലേഷന് സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ സ്റ്റെയിനിങ് കൊടുക്കുമ്പം സ്റ്റെയിൻ പോകാൻ വേണ്ടിയിട്ട് കുറെ പോറസ് ആയിട്ടുള്ള ഏരിയാസ് ക്രിയേറ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് കൊയാഗുലന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇവയുടെ മെയിൻ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റാപ്പിഡ് ആയിട്ടുള്ള ആക്ഷൻ ആയിരിക്കും, ഗുഡ് ന്യൂക്ലിയർ ഫിക്സേഷൻ, നല്ല ഫിക്സേഷൻ ആയിരിക്കും. പക്ഷേ വാട്ടർ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് ഷ്രിങ്കേജിന്റെ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് മെയിൻ ആയിട്ടുള്ള ആൽക്കഹോൾസിന്റെ പ്രോപ്പർട്ടി. സ്പെഷ്യൽ ആയിട്ട് സൈറ്റോളജി, ന്യൂക്ലിക് ആസിഡ്സിന്റെ ഒക്കെ യൂസിനാണ് ഇവ യൂസ് ചെയ്യുന്നത്. സോ ഇത്തരം ലൈറ്റ് മൈക്രോസ്കോപ്പിക് അത്ര ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫിക്സേറ്റീവ് ആണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ആണ് അസെറ്റിക് ആസിഡ്. അത് നോൺ കൊയാഗുലന്റ് ആണ് കേട്ടോ. അതായത് സ്വെൽസ് ടിഷ്യൂ എന്ത് ചെയ്യും, കുറച്ച് സ്വെല്ല് ചെയ്യും. എക്സലന്റ് ന്യൂക്ലിയർ പ്രിസർവേഷൻ വളരെ എക്സലന്റ് ആയിട്ടുള്ളത്, പക്ഷേ സൈറ്റോപ്ലാസം ഫിക്സ് ചെയ്യാൻ വളരെ പുവർ ആയിട്ടുള്ളതുമാണ്. ക്രോമസോമിന്റെ സ്റ്റഡീസിനാണ് മെയിൻലി അസെറ്റിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഫോർമാലിൻ അല്ലെങ്കിൽ ഫോർമാൽഡിഹൈഡ്. അതൊരു ക്രോസ് ലിങ്കിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫിക്സേറ്റീവ്. അതായത് ക്രോസ് ലിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ ഒരു പ്രോട്ടീൻസ് ഉണ്ടാവില്ല, സെല്ലിന്റെ ഉള്ളിലെ പ്രോട്ടീൻസിനും തമ്മിൽ ഒരു കോവാലന്റ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവയുടെ സെല്ലിന്റെ ആ ഒരു സെൽ മോർഫോളജിയും അനാലിസിസും പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രോസ് ലിങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല പെനിട്രേഷൻ ആയിരിക്കും. പ്രോട്ടീൻസിനെ പ്രിസർവ് ചെയ്യാനും പ്രോട്ടീൻസിന്റെ സ്ട്രക്ചറൽ ചേഞ്ച് ഒക്കെ മിനിമൈസ് ചെയ്യാനും ആയിരിക്കും ഫോർമാലിൻ ഹെൽപ്പ് ചെയ്യുന്നത്. ജനറൽ ആയിട്ടുള്ള ഫിക്സേഷൻ പർപ്പസിനൊക്കെ ഫോർമാലിൻ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒന്നാണ് FAA. ഇതൊരു കോമ്പൗണ്ട് ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഫിക്സേറ്റീവ് യൂസ് ചെയ്തിട്ടാണ്, അതായത് ഫോർമാലിൻ, അസെറ്റിക് ആസിഡ്, ആൽക്കഹോൾ, ഈ മൂന്നെണ്ണവും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് FAA ഉണ്ടാക്കിയിട്ടുള്ളത്. ന്യൂക്ലിയസിന്റെയും സൈറ്റോപ്ലാസത്തിന്റെയും പ്രിസർവേഷൻ ആണ് മെയിൻ ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിക്സേറ്റീവ് ആണ് FAA എന്ന് പറയുന്നത്. ഷ്രിങ്കേജും വളരെ കുറവായിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ആണ് കാർനോയിസ് ഫ്ലൂയിഡ്. അതും ഒരു ടൈപ്പ് കോമ്പൗണ്ട് ആണ്. അതിലെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. ഇവയൊക്കെ എന്താ, റാപ്പിഡ് ആയിട്ട് ഫിക്സ് ചെയ്യും, ലിപ്പിഡ്സിനെ റിമൂവ് ചെയ്യും. ഇത്തരം ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കുക. ദെൻ ക്രോമസോമിനെ പ്രിസർവ് ചെയ്യാനാണ് കേട്ടോ. എക്സലന്റ് ആയിട്ട് ക്രോമസോം പ്രിസർവേഷൻ ആണ് കാർനോയിസ് ഫ്ലൂയിഡ്. സൈറ്റോ ജെനറ്റിക്സ്, അതായത് ജെനറ്റിക്സ് ജീൻ ക്രോമസോമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ദെൻ ബോയിൻസ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ അതും കോമ്പൗണ്ട് ആയിട്ടുള്ളതാണ്. സ്റ്റെയിനിങ് കൂട്ടാനാണ് മെയിൻലി ഈ ഒരു ബോയിൻസ് ഫ്ലൂയിഡ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ടിഷ്യൂസിന്റെ പ്രിസർവേഷൻ ആണ്, ഹിസ്റ്റോളജി ആണ്. ഓക്കെ. കോസസ് യെല്ലോയിങ്, ഒരു യെല്ലോ കളർ ഉണ്ട്. ബോയിൻസ് ഫ്ലൂയിഡ് ആണെങ്കിൽ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് ചെറിയ അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ ഓസ്മിയം ടെട്രോക്സൈഡ് ആണ്, ഒരു ഓക്സിഡൈസിങ് ആയിട്ടുള്ള ഫിക്സേറ്റീവ് ആണ്. ലിപ്പിഡ്സിനെ കുറിച്ച് പഠിക്കാൻ, ലിപ്പിഡ്സിനെ ഫിക്സ് ചെയ്യാനും കോൺട്രാക്ഷൻ ഒരു ബ്രൈറ്റ്നസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെയാണ്. പക്ഷെ യൂറോസ്മിയം എന്ന് പറയുന്നത് എന്താണ്, ടോക്സിക് ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നു. സോ ഓസ്മിയം ടെട്രോക്സൈഡ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിക്സേറ്റീവ്. ഇങ്ങനെയുള്ള ടേംസ് ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത്. ദെൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റും ഒരു ഓക്സിഡൈസിങ് ആയിട്ടുള്ള ടൈപ്പ് ആണ്. മൈറ്റോകോൺട്രിയനെ പ്രിസർവ് ചെയ്യാൻ, പക്ഷേ പെനിട്രേഷൻ പവർ എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. ഓക്കെ. ഓർഗനൽസിനെ കുറിച്ച്, കോശാംഗങ്ങളെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏതാണ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആണ്. അതിന് ഓരോന്നായിട്ടുള്ള സ്പെഷ്യൽ യൂസസ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ മെർക്കുറി ക്ലോറൈഡ് ആണ്, അതൊരു ഹെവി മെറ്റൽ ആയിട്ടുള്ള ഫിക്സേറ്റീവ് ആണ്. ഷാർപ്പ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഡീറ്റെയിൽസും എക്സലന്റ് സ്റ്റെയിനിങ്ങും ആണ്. പക്ഷേ ഹെവി മെറ്റൽ ആയതുകൊണ്ട് തന്നെ അവ ഹൈലി ടോക്സിക് ആണ്. അപ്പം ഇത്രയാണ് ഫിക്സേറ്റീവ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാന്ന് വിചാരിച്ചു. സോ ഇത്രയാണ് ഫിക്സേറ്റീവും അവയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ്. ദെൻ ഇനി നമുക്ക് ഈ ഒരു ഫിക്സേറ്റീവിന്റെ കോമ്പോസിഷനും കൂടി ഒന്ന് പഠിക്കാം. കോമ്പൗണ്ട് ആയിട്ടുള്ളതിന്റെ ഒക്കെയാണ് മെയിൻലി കോമ്പോസിഷൻ പഠിക്കുന്നത്.
സോ ഒന്നാമത്തേത് നമ്മളൊരു കോമ്പൗണ്ട് ഫിക്സേറ്റീവ് ആയിട്ടുള്ള FAA. അതിൽ ഫോർമാലിൻ, അസറ്റിക് ആസിഡ് ആൻഡ് ആൽക്കഹോൾ ആണുള്ളത്. ഇതിൽ 5 പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ മില്ലി ലിറ്റർ ആണെങ്കിൽ 5 മില്ലി ലിറ്റർ, അങ്ങനെ ആ ഒരു റേഞ്ച് ആണ്. അപ്പം അവയുടെ ആ ഒരു റേഷ്യോ, ഫോർമാലിൻ ഒരു 5 മില്ലി ലിറ്റർ ആണെങ്കിൽ അസറ്റിക് ആസിഡും സെയിം 5 മില്ലി ലിറ്റർ തന്നെ. പക്ഷേ 70% ആൽക്കഹോൾ, നമ്മൾ ഈ ഒരു 70% ആൽക്കഹോൾ ഒക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വേറെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അത് 90 മില്ലി ലിറ്റർ ആണ്. സോ ഇവിടെ പാർട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഏത് മെഷർ ആണോ യൂസ് ചെയ്യുന്നത് അതാണ്. ഓക്കെ. ദെൻ കാർനോയിസ് ഫ്ലൂയിഡിന്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണ്? അബ്സല്യൂട്ട് ആൽക്കഹോൾ 6%, 6 ml. ക്ലോറോഫോം ആണെങ്കിൽ 3 ml. ദെൻ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. ഓക്കെ, നോട്ട്സ് എഴുതി വെച്ച്, ലെക്ചർ നോട്ട്സ് എഴുതി വെച്ച് പഠിച്ചു വെക്കാം. ദെൻ ബോയിൻസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് പിക്രിക് ആസിഡ് 50 ml, ഫോർമാലിൻ, ദെൻ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. ഇവയുടെ കമ്പോണൻസ്, ഈ ഒരു എന്താ അളവ് മെഷർമെന്റ് ഓർമ്മയില്ലെങ്കിലും ഈ ഒരു കമ്പോണൻസ് എങ്കിലും നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ ഫ്ലമിങ്സ് ഫ്ലൂയിഡ് ക്രോമിക് ആസിഡ് 15 ml, ഓസ്മിയം ടെട്രോക്സൈഡ്. ഓസ്മിയം ടെട്രോക്സൈഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 5 ml, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് 1 ml. ഓക്കെ. ഫോർമാലിൻ എന്ന് പറയുമ്പം വാട്ടറിൽ ഒരു 10% ഫോർമാൽഡിഹൈഡ് ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഫിക്സേറ്റീവ് ആണ്. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഈ 70 to 95% ആൽക്കഹോൾ ആണ് കേട്ടോ. അസറ്റിക് ആസിഡ്, ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഓസ്മിയം ടെട്രോക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു 1 to 2% ആയിട്ടുള്ള എക്വസ് സൊല്യൂഷൻ ആണ്. ഓക്കെ, എക്വസ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റും ഒരു എക്വസ് സൊല്യൂഷൻ ആണ്, 2 to 4% ആണ്. ദെൻ മെർക്കുറി ക്ലോറൈഡോ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അക്വസ് സൊല്യൂഷൻ ആണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫിക്സേറ്റീവും അവയുടെ കോമ്പോസിഷനും. ദെൻ അവ ഓരോന്നിന്റെയും സ്പെഷ്യൽ യൂസസും നമ്മൾ ഇത്രയും ക്ലാസ് കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. ഓക്കെ, എന്താണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്സ് എന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അതായത് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഫിക്സ് ചെയ്ത് വെക്കണമെങ്കിൽ, അതായത് വാക്സിലാണ് ഫിക്സ് ചെയ്ത് വെക്കുന്നെങ്കിൽ നമ്മൾക്ക് അതിനകത്തുള്ള വാട്ടറിനെ റിമൂവ് ചെയ്യണം. അങ്ങനെ വാട്ടറിനെ റിമൂവ് ചെയ്യുന്ന ഏജന്റ് ആണ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു സ്റ്റെയിനിങ് ഒക്കെ നടത്തുമ്പോൾ ഒരു സീരീസ് ഓഫ് സ്ട്രക്ചേഴ്സിലൂടെ, കോമ്പൗണ്ട്സിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ അധികവും ഈ ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസി യൂസ് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സൈലീൻ ആയിട്ടുള്ളതാണ്. ദെൻ അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസും അവയുടെ സ്പെഷ്യൽ ഫീച്ചറും യൂസും ആണ് പഠിക്കാനുള്ളത്. ഓക്കെ. ഒന്നാമത്തേതാണ് ആൽക്കഹോൾ. എത്തനോൾ അല്ലെങ്കിൽ മെഥനോൾ ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഈ ഓരോ റേഞ്ചിലുള്ളതും ഈ ഒരു സീരീസ് ആണ്. ആദ്യം 70%, ദെൻ 80, 90, 94, ദെൻ ആബ്സല്യൂട്ട്. ഈ ഒരു കോൺസെൻട്രേഷൻ സീരീസിലാണ് നമ്മൾ അത് കടത്തിവിടേണ്ടത് കേട്ടോ, സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ട് മുമ്പേ കടത്തിവിടേണ്ടത്. ദെൻ അവ മെയിൻ ആയിട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആൽക്കഹോൾ ആണ്. അവ ഗ്രാജുവലി ആണ്, 70%-ൽ കുറച്ച് വാട്ടർ, ദെൻ 80 ആകുമ്പോൾ പിന്നെയും, അങ്ങനെയാണ് ഗ്രാജുവലി ആണ് വാട്ടറിന്റെ റിമൂവൽ നടത്തുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് അസറ്റോൺ. അവ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഫുള്ളി 100% ആയിട്ടുള്ള അസറ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ നടത്തും, അത്രയും വോളറ്റൈൽ ആണ്. ഡെലിക്കേറ്റ് ആയിട്ടുള്ള ടിഷ്യൂസിന് വളരെ നല്ലതായിട്ട് യൂസ് ചെയ്യുന്നത് അസറ്റോൺ ആണ്. ദെൻ ബെൻസീൻ ആണ്. ബെൻസീനും അബ്സല്യൂട്ട് ആണ്, പക്ഷെ അവ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. ഫാറ്റി ടിഷ്യൂസ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ബെൻസീൻ യൂസ് ചെയ്യാം. ഓക്കെ. ദെൻ അടുത്തതാണ് ടൊളുയിൻ അല്ലെങ്കിൽ സൈലീൻ. നമ്മൾ PG ആ ഒരു MSc ലാബിലൊക്കെ മെയിൻ ആയിട്ട് ഈ ഒരു സൈലീൻ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അബ്സല്യൂട്ട് സൈലീൻ ആണ്. ക്ലിയേഴ്സ് ആൽക്കഹോൾ ബിഫോർ എംബഡിങ് ഇൻ പാരഫിൻ. അത് പാരഫിൻ ആയിട്ടുള്ള ആ ഒരു ഫിക്സേഷൻ ആണ്, വാക്സിംഗ് ആണ് നടത്തുന്നതെങ്കിൽ ആ ഒരു പാരഫിൻ ചെയ്യുന്നതിന്, എംബഡ് ചെയ്യുന്നതിന് മുന്നേ ആൽക്കഹോൾസിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈലീൻ നടത്തുന്നത്. ഓക്കെ. മിസിബിൾ വിത്ത് പാരഫിനുമായിട്ട് മിസിബിൾ ആണ്. ദെൻ നെക്സ്റ്റ് അല്ലെങ്കിൽ ക്ലോവ് ഓയിൽ അല്ലെങ്കിൽ സെഡാർ വുഡ് ഓയിൽ അല്ലെങ്കിൽ ടെർപ്പൻറ്റൈൻ ഓയിൽ, അത് പ്യുവർ ആയിട്ടുള്ളതായിരിക്കണം കേട്ടോ. അതിൽ വേറെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് ചില സമയത്ത് മാത്രം ഒരു ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ടും ചില കേസിൽ ക്ലിയറിംഗ് ഏജന്റ് ആയിട്ടും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയറിംഗ് ഏജന്റ് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റും അവയുടെ സ്പെഷ്യൽ യൂസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്
ലാസ്റ്റ് ആയിട്ട് എന്താണ് മൈക്രോടോം എന്ന് പഠിക്കാൻ. ഓക്കെ, മൈക്രോടോം സ്റ്റെയിനിങ് പഠിക്കാനുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റെയിനിങ്ങും കൂടിയാണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് മൈക്രോടോം കൊണ്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ മൈക്രോടോമിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്താണ്? നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, തിന്നായിട്ടുള്ള സെക്ഷനിങ് എടുക്കാൻ വാക്സിംഗ് ഒക്കെ നടത്തി നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച സ്ട്രക്ചറിന്റെ തിന്നായിട്ടുള്ള സെക്ഷനിങ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോടോം എന്ന് പറയുന്നത്. മൈക്രോടോം വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കട്ടിംഗ് തിൻ, അത്രയും തിൻ ആയിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള സെക്ഷൻസ് ഓഫ് എ ഫിക്സഡ് ടിഷ്യൂ യൂസിങ് എ ഷാർപ്പ് ബ്ലേഡ് വൈൽ ദ ടിഷ്യൂ ബ്ലോക്ക് ഈസ് മൂവ്ഡ് സ്റ്റഡ്ലി പാസ്റ്റ് ദ നൈഫ്. അത്രയും തിൻ ആയിട്ടുള്ള ഒരു സെക്ഷൻ എടുക്കുക, അതാണ് മൈക്രോടോമിന്റെ യൂണിഫോം ആയിട്ടുള്ള ഒരു സെക്ഷൻ എടുക്കുക എന്നതാണ് അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ തിൻ സെക്ഷൻസ് ആർ എസെൻഷ്യൽ ഫോർ ലൈറ്റ് ഓർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി സോ ദാറ്റ് ലൈറ്റ് ഓർ ഇലക്ട്രോൺ കെൻ പാസ് ത്രൂ ഇറ്റ്. തിക്നെസ് നമ്മൾക്ക് പ്രിസൈസ് ആയിട്ടും ഓരോന്നിന്റെ ടൈപ്പ് അനുസരിച്ചിട്ടും മൈക്രോസ്കോപ്പി ബേസ് ചെയ്തിട്ടും മൈക്രോടോമിൽ എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങളുടെ ഈ ഒരു സിലബസിൽ മെയിൻ ആയിട്ട് ഈ ഓരോ ടൈപ്പ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് റോട്ടറി മൈക്രോടോം എന്ന് പറയുന്നത് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണ റൊട്ടേഷൻ ആണ്. ഓരോ റൊട്ടേഷനും ഓരോ തിൻ സെക്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂട്ടീൻ ഹിസ്റ്റോളജിയിൽ, അതായത് ഡെയിലി ആയിട്ട് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു റോട്ടറി മൈക്രോടോം ആണ്. ദെൻ സ്ലൈഡിംഗ് മൈക്രോടോം എന്ന് പറയുന്നത് ലാർജ് അല്ലെങ്കിൽ ലോങ് സ്പെസിമെൻസിന്റെ കേസിലാണ്. ഓക്കെ, ടിഷ്യൂ ബ്ലോക്സ്, സ്ലൈഡ്സ്, പാസ്റ്റ് നൈഫ്സ്, പ്ലാന്റിന്റെ സ്റ്റെമ്മ്, റൂട്ട് ഒക്കെയാണ് മെയിൻ ആയിട്ട് എടുക്കുന്നതെങ്കിൽ സ്ലൈഡിംഗ് മൈക്രോടോം ആണ് യൂസ് ചെയ്യുന്നത്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് മാത്രമേ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ദെൻ തേർഡ് വൺ ആണ് സ്ലെഡ്ജ് മൈക്രോടോം. വെരി ലാർജ്, അത് അത്രയും ലാർജ് ആയിട്ടുള്ള ഹാർഡ് ടിഷ്യൂ അല്ലെങ്കിൽ ഹെവി സ്പെസിമെൻസ് ഒക്കെ ആണെങ്കിലാണ് സ്ലെഡ്ജ് മൈക്രോടോം യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്രയോടോം അല്ലെങ്കിൽ ക്രയോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഫ്രീസിംഗ് മൈക്രോടോം എന്ന് പറയുന്നത് ഫ്രോസൺ ആയിട്ടുള്ള സെക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് അത്രയും റാപ്പിഡ് ആണ്. ദെൻ എൻസൈം ആക്ടിവിറ്റി പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ അൾട്രാ മൈക്രോടോം എന്ന് പറയുമ്പം ഏകദേശം 50 to 100 നാനോമീറ്റർ തിൻ ആയിട്ടുള്ള അൾട്രാ തിൻ സെക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മെയിൻലി ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയിലാണ് അൾട്രാ മൈക്രോടോം യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് മൈക്രോടോമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അത്രയും ഷോർട്ട് ആൻഡ് കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് വിത്ത് എക്സാമ്പിൾസ് ആണ്. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ മെയിൻ ആയിട്ട് ഒരു 8 സ്റ്റെയിനിങ് ടൈപ്സ് പഠിക്കാനുണ്ട്. അവ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നും അതിന്റെ എക്സാമ്പിളും ആണ് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഏറ്റവും ഫസ്റ്റ് വരുന്നത് സിമ്പിൾ സ്റ്റെയിനിങ് ആണ്. അതായത് ഒരു സിംഗിൾ ഡൈ മാത്രമേ ഇവിടെ യൂസ് ചെയ്യുള്ളൂ. ഒറ്റൊരു സ്റ്റെയിനിങ്, ഒരു സിംഗിൾ ഡൈ മാത്രമേ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുള്ളൂ. ജനറൽ സ്ട്രക്ചേഴ്സ് ഒക്കെ, സൈറ്റോപ്ലാസം, അവിടെ സൈലം ഫ്ലോയം, ആ ഒരു അതെല്ലാം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സിമ്പിൾ സ്റ്റെയിനിങ്. അതിൽ വരുന്ന എക്സാമ്പിൾ ആണ് മെഥിലിൻ ബ്ലൂ ആൻഡ് സഫ്രാനിൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തേതാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്. അതായത് ഒരു സെല്ലിലുള്ള ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിന് ഡിഫറെന്റ് സ്റ്റെയിൻസ് വെച്ചിട്ടായിരിക്കും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി, സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ബാക്ടീരിയ ഗ്രാം സ്റ്റെയിനിങ് ഉണ്ടല്ലോ, ഗ്രാം നെഗറ്റീവ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ കളർ വ്യത്യാസമായിട്ടല്ലേ കാണുക. അത്തരം സ്റ്റെയിനിങ് ആണ് ഡിഫറെന്റ് സ്റ്റെയിനിങ്. അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഒന്ന് ഗ്രാം സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ, ദെൻ എൻഡോസ്പോർ സ്റ്റെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് സ്പെഷ്യൽ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഓർഗനൽസിനെയോ കമ്പോണൻസിനെയോ മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണാൻ. അതിനാണ് നിസിൽ സ്റ്റെയിൻ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ മാത്രം കാണാനാണ്. ദെൻ സുഡാൻ 3 ലിപ്പിഡ്സിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യാൻ, നെർവ് ഫൈബേഴ്സിനെ ഹൈലൈറ്റ് ചെയ്യാനാണ് സിൽവർ സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഹിസ്റ്റോ കെമിക്കൽ സ്റ്റെയിനിങ്. കെമിക്കൽ കോമ്പോസിഷൻ, ടിഷ്യൂസിലുള്ള കെമിക്കൽ കോമ്പോസിഷൻ, അതായത് DNA, പോളിസാക്കറൈഡ്സിനെ ഒക്കെ നമുക്ക് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫ്യൂൾജന സ്റ്റെയിൻ എന്ന് പറയുന്നത് DNA സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ PAS എന്ന് പറയുന്നത് പോളിസാക്കറൈഡ്സിന്റെ കോമ്പോസിഷൻ മനസ്സിലാക്കാൻ. ദെൻ ഓസ്മിക് ആസിഡ്സ്, ലിപ്പിഡ്സിന്റെ കോമ്പോസിഷൻ മനസ്സിലാക്കാൻ. സോ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ആദ്യത്തെ 4 എണ്ണം. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ കൗണ്ടർ സ്റ്റെയിനിങ് ആണ്. യൂസസ് എ സെക്കൻഡ് ഡൈ ടു എൻഹാൻസ് കോൺട്രാസ്റ്റ്. അതായത് ഒരു സ്റ്റെയിൻ, സഫ്രാനിൻ ആണ് ഇപ്പം നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ സ്റ്റെയിൻ, ആ ഒരു സിമ്പിൾ സ്റ്റെയിനിന്റെ കൂടെ ഒരു സെക്കൻഡ് ഡൈയും കൂടി യൂസ് ചെയ്യും. ഓക്കെ,
അതായത് സഫ്രാനിൻ ഒരു കൗണ്ടർ സ്റ്റെയിനിങ് ഗ്രാം സ്റ്റെയിനിങ്. അപ്പം ഗ്രാം സ്റ്റെയിനിങ് യൂസ് ചെയ്യുമ്പം അതിലൊരു കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് സഫ്രാനിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ബേസിക് അല്ലെങ്കിൽ കാറ്റയോണിക് ഡൈ എന്ന് പറയുന്നത്. കാറ്റയോണിക് എന്ന് പറയുമ്പം ബേസിക് ആയിട്ടുള്ള ഡൈ എന്ന് പറയുന്നത് അസിഡിക് ആയിട്ടുള്ള പാർട്ടിനെ ആയിരിക്കും കേട്ടോ സ്റ്റെയിൻ ചെയ്യുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ബേസിക് ഡൈ ആണെങ്കിൽ അസിഡിക് ആയിട്ടുള്ള പാർട്ടിനെ, സെൽ പാർട്ടിനെ, ന്യൂക്ലിയസും ന്യൂക്ലിക് ആസിഡ്സിനും ഒക്കെ സ്റ്റെയിൻ ചെയ്യും. എക്സാമ്പിൾസ് മെത്തിലിൻ ബ്ലൂ, സെഫ്രാനിൻ, ക്രിസ്റ്റൽ വയലറ്റ്, സ്റ്റെയിൻ ഒക്കെയാണ്. നേരെ തിരിച്ച് അസിഡിക് അല്ലെങ്കിൽ ആനിയോണിക് ഡൈ ആണെങ്കിൽ ബേസിക് ആയിട്ടുള്ള സെൽ പാർട്ടിനെ, സൈറ്റോപ്ലാസം, പ്രോട്ടീൻസ് പോലെയുള്ള സെൽ പാർട്ടിനെ എന്ത് ചെയ്യും, സ്റ്റെയിൻ ചെയ്യും. അതിൽ യോസിൻ, പിക്രിക് ആസിഡ് ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡയറക്റ്റ് സ്റ്റെയിനിങ്. ഡയറക്റ്റ് സ്റ്റെയിൻ എന്ന് വെച്ചാൽ ടിഷ്യൂസിനെയും സെൽ കമ്പോണന്റിനെയും ഒക്കെ ഡയറക്ട്ലി ഡൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ന്യൂക്ലിയസിൽ ഡയറക്റ്റ് ആയിട്ട് ഡൈ ചെയ്യണമെങ്കിൽ മെഥിലിൻ ബ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ന്യൂട്രൽ ഡൈ എന്ന് പറയുന്നത്. അതായത് ഒരു അസിഡിക് ഡൈയും ഒരു ബേസിക് ഡൈയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കമ്പോണന്റ്, ആസിഡിക് ആയിട്ടുള്ള സെൽ പാർട്ടിനെയും ബേസിക് ആയിട്ടുള്ള സെൽ പാർട്ടിനെയും ഡിഫറെന്റ് ആയിട്ട് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രൽ ഡൈ. ന്യൂട്രൽ റെഡ് അല്ലെങ്കിൽ ഓറഞ്ച്, ജി ഒക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു ന്യൂട്രൽ ഡൈയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ക്ലാസ്സിൽ മൈക്രോ ടെക്നിക്സിൽ ഇത്രയും ടോപ്പിക്സ് ആണ് എടുക്കുന്നത്. അതിന്റെ ഒരു പാർട്ട് 2 കൂടി കഴിഞ്ഞാൽ മൈക്രോ ടെക്നിക്സ് കംപ്ലീറ്റ് ആകും. തന്നെ ഹിസ്റ്റോളജിയും കൂടി ഷോർട്ട് ആക്കിയിട്ട്, കെമിസ്ട്രിയും കൂടി ഷോർട്ട് ആക്കിയിട്ട് എടുത്ത് തരുന്നതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു.